ആ, നമസ്തേ. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 10th CBSE അവരുടെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആ പേപ്പറിന്റെ കൂടെ ഒരു എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ബുക്കും കൂടെയുണ്ട്. അതിലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്, അതായത് ആ എംപ്ലോയബിലിറ്റി സ്കിൽസിലെ ഫസ്റ്റ് ചാപ്റ്റർ. അതിന്റെ ആ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററാണ് 10th CBSE. അതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പ്രസന്റ് ടൈം, ഇന്നത്തെ കാലത്ത്, എ തറോ നോളജ് ഓഫ് ലാംഗ്വേജ് വിത്ത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എനി ഓക്കുപ്പേഷൻ ഓർ ബിസിനസ്. എന്ത് തൊഴിലാണെങ്കിലും കച്ചവടമാണെങ്കിലും ഒരു ഭാഷയെക്കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം, ആശയവിനിമയ ശേഷി. ആസ് എ സ്റ്റുഡൻറ്, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ യു മേ സ്റ്റഡി എനി ലാംഗ്വേജ്. നമ്മൾ പല ഭാഷകൾ, അല്ലെങ്കിൽ നമുക്ക് ഏത് ഭാഷ വേണമെങ്കിലും പഠിക്കാം. But it is important that you are able to read, write, speak, and listen well in order to communicate properly. അതിൽ പ്രാധാന്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് അത് കൃത്യമായി വായിക്കാൻ കഴിയണം, അത് കൃത്യമായി എഴുതാൻ കഴിയണം, അത് ആ ഭാഷ സംസാരിക്കാൻ കഴിയണം, അത് കേട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലേ നമുക്ക് വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സ്പീക്കിംഗ് മോർ ദാൻ വൺ ലാംഗ്വേജ് can help you to communicate well with people. ഒന്നിലധികം ഭാഷകൾ സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടമുള്ള നമ്മുടെ ലോകത്ത് പല ആൾക്കാരോട് നമുക്ക് സംസാരിക്കാൻ കഴിയും. ലേണിംഗ് ഇംഗ്ലീഷ് can help you to communicate with the people who understand English besides mother tongue. That is a language one has been exposed to since. അപ്പോൾ ഇംഗ്ലീഷ് പഠനം, ആ ഇംഗ്ലീഷ് മനസ്സിലാകുന്ന ആൾക്കാരിലേക്ക് നമുക്ക് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അവരെന്ന് പറയുന്നത് അവർക്ക് മദർ ടങ് കൂടാതെ നല്ലോണം ഇംഗ്ലീഷും അറിയാം. മദർ ടങ് എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം മുതൽ, ജനിക്കുന്ന നാൾ മുതൽ നമ്മൾ ഇടപഴകുന്ന ഭാഷ. സെക്ഷൻ 1, മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെ വഴികളാണ് കമ്മ്യൂണിക്കേഷൻ? ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ വാക്ക് ലാറ്റിനാണ്. കമ്മ്യൂണിക്കെയർ, ആ വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. വാക്കിനർത്ഥം ഷെയർ ചെയ്യുക എന്നുള്ള, പങ്കുവെക്ക്. ബീയിങ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈഫ് സ്കിൽസ്. നമ്മളുടെ ജീവനകല, നമുക്ക് ജീവിക്കാൻ വേണ്ട കഴിവുകളിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഫലപ്രദമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആശയവിനിമയം നടത്തുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ നീഡഡ് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. നമുക്ക് നന്നായിട്ട് ആശയവിനിമയം നടത്താൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം, ആശയവിനിമയ ശേഷി. നമുക്ക് ആൾക്കാരോട് സംസാരിക്കേണ്ടതുണ്ട്, ബിസിനസ്സിലാണെങ്കിൽ കസ്റ്റമേഴ്സിനോട് സംസാരിക്കേണ്ടതുണ്ട്. ദിസ് മോഡ്യൂൾ എയിംസ് ടു ഹെൽപ്പ് യു ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഈ മോഡ്യൂളിൻ്റെ ഉദ്ദേശം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. Clear and concise communication is of immense importance in work and business environment, as there are several parties involved. ഒരു ബിസിനസ് എൻവറോൺമെന്റിൽ, വർക്കിംഗ് എൻവറോൺമെന്റിൽ വളരെ വ്യക്തമായി, കൺസൈസായി, കൃത്യമായി സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നത്, ആശയവിനിമയം നടത്താൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ്. വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ലൈക്ക് ഒരു സ്ഥാപനത്തിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും,
തൊഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, എംപ്ലോയീസ്, വെണ്ടേഴ്സ്, നമുക്ക് സാധനങ്ങൾ തരുന്ന ആൾക്കാരുണ്ടാകാം, മീഡിയ, മാധ്യമങ്ങൾ ആർ ഓൾവേസ് സെൻഡിങ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ടു ഈച്ച്. ഇവരൊക്കെ പരസ്പരം ആശയവിനിമയങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക. ഈ ആശയവിനിമയത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുക, ആശയം അയക്കുക, ആശയം സെൻഡ് ചെയ്യുക, ആശയം കൈമാറുക. ദ സെൻഡർ ട്രാൻസ്മിറ്റ് ദ മെസ്സേജ് ത്രൂ വൺ മീഡിയം ഓർ ആണ്. ആ ആശയം കൈമാറൽ ഒന്നിലധികം മാധ്യമങ്ങളിലൂടെ, എഴുതിയാകാം, മെസ്സേജ് ചെയ്താകാം, സംസാരത്തിൽ കൂടെ ആകാം, അങ്ങനെ പല രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യും. ലിസൺ, ദ റിസീവർ ലിസൺസ് ഓർ അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ്. അത് കേൾക്കുന്ന ആള് ആ മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഫീഡ്ബാക്ക്, അപ്പോൾ അതിനൊരു receiver conveys their understanding of the message to the sender in the form of feedback to complete the communication. അതിനൊരു മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു നമ്മളുടെ എത്രത്തോളം ഫലപ്രദമായി നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു, ആ റിസീവറിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ആ ഫീഡ്ബാക്കിൽ നിന്ന്, ആ തിരിച്ചുള്ള മറുപടിയിൽ നിന്ന് മനസ്സിലാവും. Let us look to an example below in an outlet of a bookstore. ഒരു പുസ്തകക്കടയാണ്, അതിൻ്റെ ഔട്ട്ലെറ്റിനെ കുറിച്ചാണ്. കസ്റ്റമർ വരുന്നു, ആ കച്ചവടക്കാരനോട് ചോദിക്കുന്നു, ഡു യു ഹാവ് ദി ടെക്സ്റ്റ് ബുക്ക് ഓഫ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ്? ബ്യൂട്ടി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട്. പബ്ലിഷ്ഡ് ബൈ നാഷണൽ കൗൺസിൽ, NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ്. അപ്പോൾ പുസ്തക കച്ചവടക്കാരനോട് ചോദിച്ചു. ഒരു കസ്റ്റമർ വന്നു, സെയിൽസ് പേഴ്സൺ പറയുന്നു, ലെറ്റ് മീ ചെക്ക്, ഞാൻ നോക്കട്ടെ. ഇൻ ദ എബോവ് കോൺവെർസേഷൻ ദ ഇൻഫർമേഷൻ ഈസ് ബീങ് ട്രാൻസ്മിറ്റഡ് ഓറലി ബൈ ദ കസ്റ്റമർ. ഇത് വാക്കാൽ ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ, ഒരു വസ്തുത, ഒരു വിവരം, ആശയം കൈമാറുക ചെയ്ത്. ദ സെയിൽസ് പേഴ്സൺ ഈസ് ദ ലിസണർ. അവിടെ ആ കച്ചവടക്കാരൻ അവിടെ കേൾവിക്കാരനാണ്. അവിടെ ആ പുസ്തകത്തെക്കുറിച്ചുള്ള അന്വേഷണം ആണ് മെസ്സേജ്. സെയിൽസ് പേഴ്സൺ പറയുന്നു, യെസ് വി ഹാവ് ദ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ്. ബ്യൂട്ടി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം ഞങ്ങളുടെ തൊണ്ട്. അപ്പോൾ കസ്റ്റമർ പറയാം, എനിക്കൊരു കോപ്പി തരിക, പ്ലീസ് ഗിവ് മീ 1 കോപ്പി ഓഫ് ദി ടെക്സ്റ്റ് ബുക്ക്. ഐ വാണ്ട്, എനിക്കത് തരിക, എനിക്കത് വേണം. ഐ വാണ്ട് ടു പർച്ചേസ് ഇറ്റ്, എനിക്ക് വാങ്ങണം. ഇൻ ദി എബോവ് കൺവെർസേഷൻ ദ റിസീവേഴ്സ് റെസ്പോൺസ്, ദാറ്റ് ഈസ് സെയിൽസ് പേഴ്സൺ, ഈസ് ദ ഫീഡ്ബാക്ക്. അപ്പോൾ ഇവിടെ we have a textbook, please give me 1 copy of the textbook, I want to purchase it. ഈ കോൺവെർസേഷനിൽ റിസീവറിന്റെ റെസ്പോൺസ്, അതാണ് ഫീഡ്ബാക്ക്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് ദ സെയിൽസ് പേഴ്സൺ. ഇതാണ് ഒരു ആശയവിനിമയമാണ് കസ്റ്റമറും സെയിൽസ് പേഴ്സണും തമ്മിൽ. ദ പ്രോസസ് ഓഫ് കോൺവേയിങ് എ മെസ്സേജ് is complete only when the person receiving it has understood the message in its entirety. അപ്പോൾ ഒരു ആശയ കൈമാറൽ എന്ന് പറഞ്ഞ് കോൺവേയിങ് എ മെസ്സേജ്, അത് പൂർണ്ണമാകുന്നത് ആ ആളത് റിസീവ് ചെയ്യുകയും അത് മനസ്സിലാക്കുകയും അതിൻ്റെ സമഗ്രമായി, എൻറ്റയർലി. In this case, the customer understood that the bookstore has the textbook and they can get a copy of the same. ഈ കേസിൽ കസ്റ്റമർ മനസ്സിലാക്കുകയാണ് ബുക്ക് സ്റ്റോറിൽ ആ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്നും അവിടെ നിന്ന് ഒരു കോപ്പി കൈപ്പറ്റാൻ കഴിയുമെന്നും. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആൻഡ് എലമെന്റ്സ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയയും അതിനകത്തെ ഘടകങ്ങളും.
നമുക്ക് നോക്കാം അതിനകത്ത് എങ്ങനെയാന്ന്. the messenger, the recipient. അപ്പൊ ഇവിടെ ആ ഭാഷ ഒരു ആ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഒരു വളയത്തിൽ കൊടുത്തു. ആ മെസ്സേജ് കൊടുക്കുന്ന ആളാണ് മെസ്സഞ്ചർ എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ കേൾക്കുന്ന ആള് റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. അപ്പോ മെസ്സഞ്ചർ താൻ ഏതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇൻപുട്ടായിട്ട് ഇൻഫർമേഷൻ ആയിട്ട് പോകുന്നു. ഒരു കോഡിങ് ഇത് നമുക്ക് ഈ വാട്സപ്പ് പോലെയുള്ള സംവിധാനത്തിൽ നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. അവിടെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു. നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുന്ന മെസ്സേജ് അതൊന്ന് എൻക്രിപ്റ്റ് ചെയ്ത് മറ്റേ എൻഡിൽ എത്തുമ്പോൾ അത് ഡീക്രിപ്റ്റ് ചെയ്തിട്ടാണ് വായിക്കുന്നത്. അതായത് ഇടയ്ക്ക് വേറെ ആർക്കും ആ മെസ്സേജ് കാണാനോ ഉപയോഗിക്കാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് തുറന്നു നോക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അതാണ് എൻക്രിപ്റ്റ് ചെയ്യുക, മറ്റേ എൻഡിൽ എത്തുമ്പോൾ അത് ഡീക്രിപ്റ്റ് ചെയ്യുക. ആ ഒരു രഹസ്യ സ്വഭാവം, അതാണ് ഈ കോഡിങ് എൻകോഡിങ് എന്നുദ്ദേശിച്ചത്. അപ്പോൾ ഇത് സാധാരണ കോൺവെർസേഷനിൽ ചാനൽ സ്പീക്കിംഗ്, റൈറ്റിംഗ്, ഗ്രാഫിക്, വീഡിയോ എക്സെട്ര അതാണ് ഉദ്ദേശിക്കുന്നത്. സംസാരിക്കലാകാം, എഴുതലാകാം, ഗ്രാഫിക്കലാകാം, വീഡിയോ ആകാം, അറ്റ്ലീസ്റ്റ് സം കോഡ് ഇൻ കോമൺ. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ്. അപ്പോൾ അവിടെ ബിഹേവിയർ ഔട്ട്പുട്ട് അയാളുടെ തലയാട്ടിൽ നിന്നോ ഒക്കെ നമ്മൾ മനസ്സിലാക്കും. ചിലപ്പോൾ അയാളുടെ കയ്യിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ചിലപ്പോൾ ഇല്ല എന്നൊക്കെ കൈകൊണ്ടായിരിക്കും കാണിക്കുന്നത്. അതാണ് ഈ ബിഹേവിയർ എന്ന് പറയുന്നത്. ആ മനസ്സിലാക്കൽ നിന്നാണ് ഇത് പറയുന്നത്. ആ കാണിക്കല് നിന്ന് ഇയാൾ മനസ്സിലാക്കുമ്പോൾ ആ മനസ്സിലാക്കലാണ് കോഡിങ്ങും ഡീകോഡിങ്ങും എന്ന് പറയുന്നത്. അപ്പോ ഇത് ഏത് കമ്മ്യൂണിക്കേഷനും ഉള്ള ഘടകങ്ങളാണ്. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അത് മെസ്സേജ് ആയിട്ട് പോകുന്നു. അത് സംസാരത്തിലാകാം, റൈറ്റിങ്ങിലാകാം, ഗ്രാഫിക് ആകാം, വീഡിയോ ആകാം. അത് അയാൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള അയാളുടെ റെസ്പോൺസിൽ നിന്ന്, ബിഹേവിയർ നിന്ന്, ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മനസ്സിലായില്ല എന്നും മനസ്സിലാക്കാറുണ്ട്. അതും കൂടെ ഓർക്കുക. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ അവര് മൊബൈലിൽ തന്നെ കാണിച്ചിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ. Communication starts with the sender. Sender sends a message. A channel is used to transfer the message. ഒരു മാധ്യമം അവിടെ ഉപയോഗിക്കുന്നുണ്ട്, അത് മൊബൈലാണ്. ആ റിസീവർ അത് റിസീവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റിസീവർ മടക്കം കണ്ടു അല്ലെങ്കിൽ ഒരു റിപ്ലൈ മെസ്സേജ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് മൊബൈൽ എന്ന മാധ്യമത്തിൽ കൂടെ തന്നെ അവര് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നതാണ് സെൻഡർ. നമ്മളൊരു മെസ്സേജ് അയക്കുന്നു, നമ്മൾ മൊബൈൽ എന്ന് പറഞ്ഞ മാധ്യമം ഉപയോഗിക്കുന്നു. എ ചാനൽ ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ മെസ്സേജ്. നമ്മൾ ഉദ്ദേശിച്ച ആളിന് ആ മെസ്സേജ് കിട്ടുന്നു, ഉദ്ദേശിച്ച ആള് അത് ഓക്കെ എന്ന് പറയുന്നു, അല്ലെങ്കിൽ വേണ്ടത് ചെയ്യാമെന്ന് മറുപടി തരുന്നു. ഓക്കെ, അപ്പൊ അതാണ് എലിമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ സാധാരണ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ആശയവിനിമയ പ്രക്രിയ ഇതാണ്. അതിനകത്തെ ഘടകങ്ങൾ ഇതൊക്കെ. അപ്പോൾ വേരിയസ് എലമെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ഇതിനകത്ത് അയക്കുന്ന ആളുണ്ട്, ആ ആളാണ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത്. ഒരു മെസ്സേജ് ഉണ്ട്, ആ സെൻഡർ വാണ്ട്സ് ടു കോൺവേ, ആ അയക്കുന്ന ആൾക്ക് സംവേദിക്കാനുള്ള ഒരു മെസ്സേജ് ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്, അയാൾക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ചാനൽ എന്ന് പറയുന്നത് അത് മൊബൈൽ ആകാം, നേരിട്ടും ആകാവേ, അതും കമ്മ്യൂണിക്കേഷൻ തന്നെ. നമ്മളൊരു പേപ്പർ കഷ്ണത്തിനകത്ത് കുറിച്ചു കൊടുക്കുക, ആ പേപ്പർ എന്ന ചാനലിൽ കൂടെ ആയിരിക്കും അത് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ റിസീവർ, ദ പേഴ്സൺസ് ടു ഹൂം ദ മെസ്സേജ് ഈസ് സെൻറ്റ്.
നമ്മൾ ആരെ ഉദ്ദേശിച്ചാണ് മെസ്സേജ് അയക്കുന്നത്, അയാൾ റിസീവ് ചെയ്യുന്നു. നമ്മൾ ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ അയാൾ അത് കേൾക്കുന്നു. നമ്മൾ ആരെ ഉദ്ദേശിച്ചിട്ടാണ് എഴുതിയതെന്ന് പറഞ്ഞ് ആ ആളത് നമ്മൾ എഴുതിയത് വായിക്കുന്നു. ഫീഡ്ബാക്ക് അതിന്റെ ഒരു മറുപടി എന്നോണമാണ് റിസീവേഴ്സ് അക്നോളജ്മെന്റ്. ആ ആശയം കിട്ടിക്കഴിഞ്ഞു, അക്നോളജ് ചെയ്ത് കഴിഞ്ഞു, അതിന്റെ റെസ്പോൺസ് ടു ദ മെസ്സേജ്, അതിന് പ്രതികരിക്കുന്നു. വി ആർ കോൺസ്റ്റന്റ്ലി യൂസ് സം ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നിരന്തരം നമ്മൾ ഏതെങ്കിലും വിധത്തിലുള്ള ആശയവിനിമയത്തിലാണ്. അനദർ ടു സെൻഡ് എ മെസ്സേജ് അക്രോസ്. Without the different methods of communication available today, it would be challenging to carry out business as professionally as it is done today with the same swiftness. ഇന്നത്തെ കാലത്ത് വളരെ വേഗത്തിൽ നമ്മളൊരു മെസ്സേജ് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ ആൾക്ക് ലോകത്ത് എവിടെയാണെങ്കിലും ആ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു, അത്ര ഫാസ്റ്റ്. അപ്പൊ ഇന്നത്തെ ഈ മാധ്യമങ്ങൾ ഇല്ലാണ്ട് നമുക്ക് ഇന്നത്തെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ഈ മാധ്യമങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. സാധാരണ ഉള്ള ചില കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒന്ന്, ഫേസ് ടു ഫേസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. മുഖത്തോട് മുഖം, ഇൻഫോർമല, ഒരു ഔപചാരികത ഇല്ലാതെ വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുക. ദർ ഈസ് നത്തിങ് ബെറ്റർ ദാൻ ഫേസ് ടു ഫേസ്. ഇതിന്റെ ഏറ്റവും ഫലപ്രദമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇത്. ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനോളം ഫലപ്രദമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നാ പറയും. ഇറ്റ് ഹെൽപ്സ് ദ മെസ്സേജ് ടു ബി അണ്ടർസ്റ്റുഡ് ക്ലിയർലി. വളരെ വ്യക്തമായി വളരെ വേഗത്തിൽ നമ്മൾ എന്താണോ മെസ്സേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം മനസ്സിലാവും. ആൾസോ സിൻസ് ബോഡി ലാംഗ്വേജ് ക്യാൻ ബി സീൻ, നമ്മളുടെ ശരീരഭാഷ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻ ദിസ് കേസ് ഇറ്റ് ആഡ്സ് ടു ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. ഈ നമ്മളുടെ ശരീരഭാഷ, നമ്മൾ ആവേശത്തിലാണോ, സന്തോഷത്തിലാണോ, സങ്കടത്തിലാണോ, ഒരു നെഗറ്റീവ് സെൻസിലാണോ പറഞ്ഞതെന്നൊക്കെ ഉള്ളത് നമുക്ക് ആ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ ആ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുടെ അംഗചലനങ്ങളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇമെയിൽ can be used to communicate quickly with one or many individuals in various locations. It offers flexibility, convenience and low cost. അപ്പോൾ ഇമെയിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ വളരെ ദ്രുതഗതിയിൽ നമുക്ക് നടത്താൻ പറ്റും. ഒന്നിലധികം ആൾക്കാരിൽ പല ലൊക്കേഷനിലേക്ക് വളരെ ഫ്ലെക്സിബിൾ ആണ്, കൺവീനിയൻ്റ് ആണ്, ലോ കോസ്റ്റ് ആണ്. ആ ഡേറ്റ ചാർജും ചില്ലറ വളരെ ചെറിയ കറണ്ട് ചാർജും ഒക്കെയാണ്. അതുകൊണ്ടാണ് ലോ കോസ്റ്റ് എന്ന് പറയുന്നത്. അത്രത്തോളം ലോ കാസ്റ്റ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. നോട്ടീസസ് ഓർ പോസ്റ്റേഴ്സ്. ഇറ്റ് ഈസ് എഫക്റ്റീവ് when the same message has to go out to a large group of people. Generally used for where email communication may not be effective. ഇത് വളരെ എഫക്റ്റീവ് ആണ് വലിയൊരു ലാർജ് പീപ്പിളിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ. ജനറലി യൂസ്ഡ് ഫോർ വെയർ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ may not be effective. For example, change in the lunch time for factory worker or XYZ clothing will remain closed for customers on Sunday. അപ്പോൾ ഇതൊരു നോട്ടീസ് സ്വഭാവത്തിൽ, പോസ്റ്ററിന്റെ സ്വഭാവം. ആ ഫാക്ടറി ടൈമിൽ ലഞ്ച് ടൈം മാറ്റിയത് XYZ clothing will remain closed for customers on Sunday. ഇത് നമ്മൾ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്ന പോലെ നമ്മൾ ആ പോസ്റ്ററിൽ നമ്മുടെ ലഞ്ച് ടൈം എഴുതി വെക്കുന്ന പോലെ സൺഡേ ക്ലോസ്ഡ് ആണെന്നൊരു ചെറിയ ബോർഡ് സ്ഥാപനത്തിൽ തൂക്കുന്ന പോലെയാണ് ബിസിനസ് മീറ്റിംഗ്. കമ്മ്യൂണിക്കേഷൻ ഡ്യൂറിങ് ബിസിനസ് മീറ്റിംഗ് അറ്റ് an organization are generally addressed to a group of people. It can be related. അപ്പോൾ അതൊരു ബിസിനസ് മീറ്റിംഗ് ആണ്, ഒരു കൂട്ടം ആളിലേക്കാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടതാകാം, മാനേജ്മെന്റ് ആകാം, ഓർഗനൈസേഷണൽ ഡിസിഷൻ ആകാം, ആ സ്ഥാപനത്തിന്റെ തീരുമാനങ്ങളാകാം. അപ്പോൾ ബിസിനസ് മീറ്റിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓർഗനൈസേഷനുള്ളിൽ ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ട് സംസാരിക്കും. അതർ മെത്തേഡ്സ്. വേറെ മെത്തേഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ നെറ്റ്വർക്ക്. നമുക്കറിയാം, സാമൂഹിക മാധ്യമങ്ങൾ ഇന്ന് വളരെ പ്രചാരത്തിലുള്ളതാണ്. അറിയാം,
മെസ്സേജസ്, പിന്നെ ഫോൺ കോൾ ഫോർ കമ്മ്യൂണിക്കേഷൻ, ന്യൂസ് ലെറ്റർ, ബ്ലോഗ്, എക്സെട്ര. ഇങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങൾ ഉണ്ട് നമ്മുടെ ഇടയിൽ. ബ്ലോഗായിട്ട്, അതായത് ഒരു വെബ്സൈറ്റ് പോലെ, ബ്ലോഗായിട്ട്, ന്യൂസ് ലെറ്റർ ആയിട്ട്, കമ്മ്യൂണിക്കേഷനായിട്ട്, അങ്ങനെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ചൂസിങ് ദ റൈറ്റ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻസ് ഓൺ. അപ്പോൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് മാധ്യമം ഉപയോഗിക്കും, അത് ഒന്ന് ഓഡിയൻസുമായിട്ട് ബന്ധപ്പെട്ടു, പിന്നെ അതുമായിട്ട് അതിന്റെ കോസ്റ്റ്, പിന്നെ അത് ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻ, എത്രത്തോളം അർജൻസി ഉണ്ട്, എത്രത്തോളം വേഗത്തിലെത്തണം, എത്രത്തോളം പ്രയോറിറ്റി, എത്രത്തോളം മുൻഗണനയുണ്ട്. The methods of communication you choose would affect your relationship with the peers. Peers എന്ന് പറഞ്ഞാൽ ഫ്രണ്ടാണ്, ഫ്രണ്ട്സ്, നമ്മളെ സുഹൃത്ത് വലയം. അപ്പോൾ നമ്മുടെ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യു ചൂസ് കുഡ് അഫക്ട് യുവർ റിലേഷൻഷിപ്പ് വിത്ത് peers. അവരെ ബാധിക്കും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ. നമ്മളുടെ സൂപ്പർവൈസേഴ്സ്, നമ്മളുടെ മുകളിലുള്ളവർ, ജോലി സ്ഥലത്ത്, നമ്മളുടെ കസ്റ്റമേഴ്സ്. It is therefore vital that you spend a considerable time and consider all factors, choosing the right method to aid you in your task. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വൈറ്റൽ ആണ്, വളരെ പ്രാധാന്യമുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും പരിഗണിക്കണം. റൈറ്റ് മെത്തേഡ് ടു എയ്ഡ് ഇൻ യുവർ ടാസ്ക്. അപ്പോൾ നമ്മളുടെ ജോലി എത്രത്തോളം ഫലപ്രദമായി ചെയ്യുന്ന പല വശങ്ങളും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇനി ഒരു പ്രാക്ടിക്കൽ എക്സസൈസ് ആണ് പറയുന്നത്. ടീച്ചർ വിൽ ഫെസിലിറ്റേറ്റ് ദീസ് ആക്ടിവിറ്റീസ് ബൈ ഷോയിങ് യു ദി ലേണിംഗ് ലെസൺ. അവിടെ ഒരു വെബ്സൈറ്റിന്റെ അഡ്രസ് കൊടുത്തിട്ടുണ്ട്, PSCIVAC, സ്റ്റുഡൻറ് ടെക്സ്റ്റ് ബുക്ക്. This will include various e-content for the above topics as well as detailed instructions for some activities below. നമുക്ക് ആ സൈറ്റ് ഒന്ന് എടുത്തേക്കാം. സൈറ്റിന്റെ അഡ്രസ് ഞാൻ എടുക്കാതെ. This will include videos and e-content for the above topics as well as സൈറ്റിന്റെ പേര് www.psssc.acn student ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഈ സൈറ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാതെ ആ സൈറ്റ് PSSCIVACN സ്റ്റുഡൻറ് ടെക്സ്റ്റ് ബുക്ക്. നമുക്ക് എന്തായാലും ആ സൈറ്റ് കിട്ടുന്നില്ല. www.pssscIVACN നമുക്ക് ആ സൈറ്റ് ലഭ്യമല്ല. സൈറ്റ് ഏതാന്ന് നോക്കാം. അല്ലെങ്കിൽ പണ്ഡിറ്റ് സുന്ദർലാൽ ശർമ്മ സെന്റിനറി, PSS, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഭോപ്പാൽ.
അപ്പോൾ ഇതാണ് അവിടെ സൈറ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ കണ്ടന്റിലേക്ക് പോകാം. This will include videos and e-content of the above topics, as well as detailed instructions for some activities below. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് വീഡിയോ ഗാലറി ഉണ്ട് ഇവിടെ. അപ്പോൾ പല വീഡിയോസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. After watching the initial video in the e-learning lesson for this topic, write the answer of the following question. Why is it important communication effective? അപ്പോൾ അവിടുത്തെ വീഡിയോ നോക്കാനാണ് ഞാൻ ആ സൈറ്റ് കാണിച്ചത്. അതിൽ റോൾ പ്ലേ ഓൺ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ചില റോളുകൾ പ്ലേ ചെയ്യാൻ പോവാണ്. ഫോം ഗ്രൂപ്പ്സ് വിത്ത് 4 സ്റ്റുഡൻസ് ഇൻ ഈച്ച് ഗ്രൂപ്പ്. നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. 4 സ്റ്റുഡൻസ് വീതമുള്ള ഒരു ഗ്രൂപ്പ്. സിറ്റുവേഷൻ ഈസ് ദ സ്റ്റുഡൻറ് ഈസ് സെയിൽസ് എക്സിക്യൂട്ടീവ് അറ്റ് എ ടോയ് സ്റ്റോർ and he or she is supposed to communicate to customers about the various types of toys available with the store for different age group. പല ഏജ് ഗ്രൂപ്പിന് ഏതൊക്കെ ടൈപ്പിലുള്ള കളിപ്പാട്ടങ്ങൾ ടോയ്സ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവിടെ ചർച്ച ചെയ്യുന്നതാ. The other student will reach the sales executive one by one and ask different types of questions related to toys. അപ്പൊ അതിൽ ആ 4 പേരിൽ ഒരാൾ ആ കച്ചവടക്കാരനോട് ചോദിക്കുകയാണ്, സെയിൽസ് എക്സിക്യൂട്ടീവിനോട് ചോദിക്കുകയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ടോയ്സ്. ഡെവലപ്പ് എ സ്ക്രിപ്റ്റ്, ഒരു തിരക്കഥ പോലെ ഒന്ന്, ഫോർ എ റോൾ പ്ലേ ആൻഡ് ആക്ട് ഇൻ ഓൺ ദ സീൻ. അങ്ങനെ ഒന്ന് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇതിൽ നിന്ന് എന്ത് നിങ്ങൾ മനസ്സിലാക്കി? അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് അവിടെ ചോദിക്കുന്നത്. ഇതാ സ്റ്റുഡൻസ് കൂട്ടമായിട്ട് ചെയ്ത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ആക്ടിവിറ്റി, ആക്ടിവിറ്റി 1 ആ കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്, അവിടെ വേണ്ടിയിരുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണ്, പേപ്പർ ആൻഡ് പെൻസിൽ. ഈച്ച് സ്റ്റുഡൻറ് വിൽ ഡ്രോ എ കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ. ഓരോ സ്റ്റുഡൻറ്റും ഓരോ കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ഉണ്ടാക്കുക ചെയ്യുന്നത്, അവർ സംസാരിക്കുകയും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ. The entire class will then discuss how each element affected communication during activity 1. ആ ഓരോ എലമെന്റും ആ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റിയിൽ എങ്ങനെ അഫക്ട് ചെയ്യപ്പെട്ടു എന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ അത് നമുക്കത് ചെയ്ത് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഒരു ചെക്ക് യുവർ പ്രോഗ്രസ് ഉണ്ട്. റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി ആൻഡ് സർക്കിൾ ദ ലെറ്റർ A, B, C or D. The best answers the question. Note there can be more than one correct choice. Which of the following is not an element of communication? ഇതിൽ എലമെന്റ് വിത്തിൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ചാനൽ വേണം, റിസീവർ വേണം, സെൻഡർ വേണം. നമ്മൾ ഇതിന്റെ എലമെന്റ് പറയുമ്പോൾ ടൈം പലപ്പോഴും പറയുന്നില്ല. ചാനലും റിസീവറും സെൻഡറും പറയുന്നു. യു നീഡ് ടു അപ്ലൈ ലീവ് അറ്റ് വർക്ക്. വിച്ച് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിൽ യു യൂസ്? അപ്പൊ നമുക്ക് തൊഴിലില് നമുക്കൊരു ലീവ് ആവശ്യമുണ്ട് നമ്മുടെ ജോലിക്കിടയ്ക്ക്. അപ്പൊ അവിടെ നമ്മൾ പലപ്പോഴും ഇമെയിൽ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പോസ്റ്റർ, ഞാൻ ഇന്ന് ലീവ് എടുക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റർ ഉണ്ടാക്കാറില്ല. ഞാൻ ഇന്ന് ലീവ് എടുക്കുന്നു എന്ന് പറഞ്ഞ് ന്യൂസ് ലെറ്റർ ഉണ്ടാക്കാറില്ല. ഞാൻ ഇന്ന് ലീവ് എടുക്കുന്നു എന്ന് പറഞ്ഞ് ബ്ലോഗ് എഴുതാറില്ല. ഒരു ഇമെയിൽ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇമെയിലാണ് ആൻസർ. ബൈ വിച്ച് ആക്ഷൻ ക്യാൻ സെൻഡർ സെൻഡ് ദ മെസ്സേജ്? ഏത് പ്രവൃത്തിയിലാണ് പല 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 രീതിയിലാകാം അല്ലെ. ഗസ്റ്റേഴ്സിൽ കൂടെ ആകാം, സംസാരത്തിൽ കൂടെ ആകാം, വായിച്ച് ബോധ്യപ്പെടുത്താം, റൈറ്റിംഗിലും ആകാം.
അപ്പോ ഇതിൽ ഒരു മൾട്ടിപ്പിൾ ആൻസർ ഉണ്ട്. നമ്മുടെ ആംഗ്യ ചലനങ്ങളിൽ കൂടെ സെൻഡറിന് മെസ്സേജ് അയക്കാൻ പറ്റും. നമ്മളുടെ സംസാരത്തിൽ കൂടെ ഒരു വസ്തുത വായിച്ച് നമുക്ക് നമ്മളുടെ ഐഡിയ കൊടുക്കാൻ പറ്റും. നമുക്കൊരു എഴുത്തിൽ കൂടെ, റൈറ്റിംഗിൽ കൂടെ കാര്യം ചെയ്യാൻ കഴിയും. മേക്ക് എ ചാർട്ട് ഹൈലൈറ്റിംഗ് ഓൾ ദ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു ചാർട്ട് ഉണ്ടാക്കുക, കമ്മ്യൂണിക്കേഷന്റെ എല്ലാ മെത്തേഡും. യൂസ് മാർക്കേഴ്സ് ആൻഡ് കളേഴ്സ് ടു ഹൈലൈറ്റ്. അതിൽ പ്രധാനപ്പെട്ടതെല്ലാം ഒന്ന് അല്ല, അതിനുവേണ്ടി നമ്മൾ മാർക്കറും കളേഴ്സും ഉപയോഗിക്കും. ഇവിടെ നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ഹാവ് യു ലേൺഡ്? ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിച്ചത്? ആഫ്റ്റർ ദി സെഷൻ യു വിൽ ബി ഏബിൾ ടു. അപ്പോൾ ഈ സെഷൻ കഴിയുമ്പോൾ നമുക്ക് വരേണ്ട മാറ്റം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മളിവിടെ എന്തൊക്കെ എലമെന്റുകളാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിലുള്ളത്? നമുക്കറിയാം, സെൻഡർ, റിസീവർ, മെസ്സേജ്, ഫീഡ്ബാക്ക്, ഇങ്ങനെയുള്ള എലമെന്റുകളെ കുറിച്ച് നമുക്കറിയാം. ഇതിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ നമ്മുടെ മെസ്സേജ് എൻകോഡ് ചെയ്യപ്പെടുന്നു, ഒരു മാധ്യമത്തിൽ കൂടെ സഞ്ചരിക്കുന്നു. അത് നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അവിടെ എത്തുമ്പോൾ ഡീകോഡ് ചെയ്യപ്പെടുന്നു. അയാൾ കാര്യം മനസ്സിലാക്കുന്നു. അയാളുടെ പ്രതികരണത്തിൽ കൂടെ, ഫീഡ്ബാക്കിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു പുള്ളി അത് മനസ്സിലാക്കിയോ ഇല്ലയോ എന്ന്. അങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ തുടരുന്നു അല്ലെങ്കിൽ നിൽക്കുന്നു. ലിസ്റ്റ് ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പലതരത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഗസ്റ്റേഴ്സിൽ കൂടെ, ആംഗ്യ ചലനങ്ങളിൽ കൂടെ, സംഭാഷണത്തിൽ കൂടെ, എഴുത്തിൽ കൂടെ, വായനയിൽ കൂടെ, പല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അടുത്തത് സെഷൻ 2, വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ വാക്ക് ഉപയോഗിച്ച്, നമ്മുടെ വായിൽ കൂടെ, നമ്മുടെ സ്പീക്കിംഗ് ആണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ് സൗണ്ട്, വേർഡ്, ലാംഗ്വേജ് ആൻഡ് സ്പീച്ച്. ശബ്ദമുണ്ട്, ആ ശബ്ദത്തിലൂടെ രൂപപ്പെടുന്ന വാക്കുകളുണ്ട്, ഭാഷയുണ്ട്, സംസാരമുണ്ട്. സ്പീക്കിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് കോമൺലി യൂസ്ഡ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. സംസാരം എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവാണ്. സാധാരണ ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഹെൽപ്സ് ഇൻ എക്സ്പ്രസിംഗ് അവർ ഇമോഷൻ ഇൻ വേർഡ്സ്. ഇവിടെ നമ്മളുടെ ഇമോഷൻസ്, വികാരങ്ങൾ, നമ്മുടെ സന്തോഷമാകാം, അല്ലെങ്കിൽ അങ്ങനെ പലതും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും.